നെടുമങ്ങാട് മുനിസിപ്പാലിറ്റിയിൽപ്പെട്ട മനോഹരമായ ഗ്രാമമാണ് ചില്ലാങ്കോട്. ഗവൺമെൻറ് കോളേജ് എത്തും മുന്നേ വലത്തേക്കുള്ള ഏലാ റോഡിലൂടെ ഇവിടേക്ക് കടക്കാം. ഇന്ന് പല വഴികളുമുണ്ട്. പണ്ട് വിസ്തൃതമല്ലാത്ത ചെമ്മൺ പാത മാത്രമായിരുന്നു. ഇന്നത് ഒട്ടുമുക്കാലും കോൺക്രീറ്റ് ആയിട്ടുണ്ട്. എല്ലാം കൊണ്ടും ചെല്ലാങ്കോട് എന്ന ചൊല്ലു തന്നെ ഈ ഇടത്തെ പറ്റിയുണ്ട്. വഴിയുടെ ദൈർഘ്യം കൊണ്ടോ എത്തിച്ചേരാനുള്ള ബുദ്ധിമുട്ട് കൊണ്ടോ ആകണം ആ ചൊല്ല്. ചെല്ലാങ്കോട് എന്നാൽ ചെല്ലാം, വേഗം എത്താം, വരാം എന്നൊക്കെ ആകാംക്ഷപ്പെടുത്തുന്ന ധ്വനിയുള്ള വാക്കാണ്. ഇരുകരകളെ വകഞ്ഞുകൊണ്ട് ജലസമൃദ്ധമായ തോടുണ്ടിവിടെ. നീളുന്ന തോട്ടിൻകരയ്ക്ക് മുകളിലേക്ക് കുത്തനെ ധാരാളം പടവുകൾ ലക്ഷം വീട്ടിലേക്കാണ് എത്തുക. കുട്ടിക്കാലം മുതൽ പറഞ്ഞു ശീലിച്ച ആദ്യ ഭൂതത്താൻ നടക്കാവ് ഈ വെള്ളം ഇരച്ചു പായുന്നിടത്താണ്. ഇന്നത് കർക്കിടക ബലിക്കടവ് കൂടിയാണ്. അടുത്ത വളവിൽ ആദ്യം കാണുന്നത് ചെല്ലാങ്കോട്ടെ വലിയ അമ്പലമായ പുതുമംഗലം ക്ഷേത്രമാണ്. അതിൻ്റെ ആർച്ചുമാണ് കുട്ടിക്കാലത്തെ വരയിലും എഴുത്തിലും ഏറെ സ്വാധീനിച്ച ഇടം. മുന്നോട്ട് പോകുമ്പോൾ ഇടത്തേക്കുള്ള റോഡ് മുക്കോലയിലേക്കാണ്. അവിടെ കുറച്ച് ചെന്നാൽ ചെല്ലാങ്കോട് സ്കൂളുണ്ട്. അരശുപറമ്പ് എന്ന സ്ഥലത്താണ് സ്കൂളുള്ളത്. കോളേജിൽ നിന്ന് വട്ടപ്പാറ റോഡ് വഴിയും എത്തിച്ചേരാം. ഏലാ റോഡിലൂടെ നേരെ സഞ്ചരിച്ചാൽ ചരിത്രഭാഗമായി ഇന്നും അവശേഷിക്കുന്ന ചില ഏടുകൾ കാണാം. ചെല്ലാങ്കോട് ചന്ത. അവശേഷിക്കുന്ന ഈ മൺചുവരുകൾ ഒരു കാലഘട്ടത്തിൻ്റെ സുപ്രധാന സ്മാരകം പോലെ ജീർണാവസ്ഥയിലും തലയുയർത്തി നിൽക്കുന്നു. മത്സ്യവും പച്ചക്കറികളും വിൽപ്പന നടത്തിയിരുന്നു. ചായക്കടകളും പ്രവർത്തിച്ചിരുന്നു അന്ന്. കൃഷി പ്രധാന ജീവിതമാർഗമായിരുന്നതിനാൽ കർഷകർക്ക് തങ്ങളുടെ വിളകൾ വിറ്റഴിക്കുവാൻ എളുപ്പവുമായിരുന്നു. ഇന്നിവിടെ ഒരാൾ മാത്രമാണ് കട നടത്തിപ്പോരുന്നത്. പഴയ തലമുറയിലെ പപ്പായി മാമൻ എന്ന് ഞങ്ങൾ വിളിച്ചിരുന്ന ആൾ. അദ്ദേഹത്തിനും ചിലത് പറയുവാനുണ്ട് ഇവിടത്തെ പറ്റി. 30 കൊല്ലം കൊണ്ടാണ് നമ്മുടെ ഈ ഏല വഴി വാഹനങ്ങൾ വന്നു തുടങ്ങിയത്. അത് ഇന്നും നല്ല പുരോഗതിയല്ല. നല്ല വാഹനങ്ങൾ പോവില്ല. റോഡെല്ലാം പൊട്ടിപ്പൊളഞ്ഞ് കുളമായി കിടക്കുന്നു. എങ്കിലും പണ്ടൊക്കെ നമുക്ക് സമാന്തര സർവീസ്, ജീപ്പ് സർവീസ് ഒക്കെ ഉണ്ടായിരുന്ന കാലഘട്ടത്തെ സമാന്തര ജീപ്പ് സർവീസ് ഉണ്ടായിരുന്നു. സമയത്ത് അവര് വരൂല, പോവൂല, അങ്ങനെയൊക്കെ വന്നപ്പോൾ പിന്നെ അതിന് നല്ല കച്ചവടമൊക്കെ ഉണ്ടായിരുന്നു. ഒരു 7 കൊല്ലം കൊണ്ട് ചന്ത ഇവിടെ ഇല്ല. നിത്യം രാവിലെ മീൻ കൊണ്ടുവരുന്നതുകൊണ്ട് ചന്ത അനുമതിയാക്കി. പണ്ട് ചെല്ലാങ്കോട് ചന്ത നല്ല സജീവമായിരുന്ന സമയത്തെ കുറിച്ചൊന്ന് പറയാമോ? പച്ചക്കറിയൊക്കെ ഉണ്ടായിരുന്നല്ലോ. പച്ചക്കറി കുറച്ച് ദിവസം ഒരു പാർട്ടി പച്ചക്കറി നടത്തി. ഇങ്ങനെ ആളുകൾക്ക് അത്യാവശ്യമായി ഈ ചന്ത കൊണ്ട് അന്ന് കുറേ ആൾക്കാർ രക്ഷപ്പെട്ടായിരുന്നു അല്ലേ? അവരുടെ കൃഷിയൊക്കെ വിപുലമാക്കാൻ പറ്റിയില്ലേ? അതിനെക്കുറിച്ചൊന്ന് പറയാമോ നമ്മുടെ ഈ പ്രദേശവാസികൾ? വഴിയോർമ്മകളിൽ വെടിച്ചപാറ എന്ന സ്ഥലവും പുത്തുവെന്ന ആളിൻ്റെ മുറുക്കാൻ കടയുമൊക്കെ ഉണ്ടായിരുന്ന ഇടം. അടുത്ത വളവിലുമാകെ കൃഷിയാണ്. ആ കൃഷിയിടത്തൊക്കെ പണിയെടുത്ത് ക്ഷീണിക്കുന്നവർക്ക് ഉന്മേഷച്ചായ പകരാൻ കൃഷ്ണമ്മ എന്ന കിഷമ്മയുടെ തോട്ടുവക്കത്തെ ചായക്കടയും ഉണ്ടായിരുന്നു. അത്യാവശ്യം കഴിക്കാനും ഇന്നുമുണ്ടെന്ന് തോന്നുന്നു. ഇതൊക്കെ താണ്ടുമ്പോൾ കുറച്ചുകൂടി മനോഹരമായ ഒരു കാവ് കൂടി കാണാം. തലയൊക്കെ പഞ്ഞിപോലെ വെളുത്ത ഒരു അമ്മൂമ്മ പണ്ടിവിടെ വിളക്ക് വയ്ക്കാനുണ്ടായിരുന്നു. അന്ന് വിളക്ക് തറ മാത്രമായിരുന്നു. ഇന്നത് ഉത്സവവും പൂജകളും ഒക്കെയുള്ള ഇടമായി. തൊട്ടടുത്ത ഇടം പുന്നപുരമാണ്. തോട്ടിൻകരയിൽ വലത്തായി. അവിടെയാണ് അമ്മ വീട്. അമ്മമ്മയും മാമന്മാരും കുടുംബവും ഒക്കെയുള്ള ഇടം. ചെല്ലാങ്കോടിൻ്റെ മണ്ണിൽ ചവിട്ടി നിൽക്കാൻ ഇത്തിരി ഇടവും ചരിത്രവും പേറുന്ന ഇടം. ആസ്വദിക്കാൻ സൗന്ദര്യബോധവും പ്രകൃതി സ്നേഹവുമുള്ള ആർക്കും ഉല്ലാസയാത്രയായി തോന്നും ഇവിടം. ഇതിവിടം കൊണ്ട് തീരില്ല. കുശർക്കോട്ടേക്കുള്ള വഴിയുണ്ട് വലത്തേക്ക്. നേരെ പോയാൽ പട്ടമം, മടത്തൽക്കിളി, പറക്കോണം, അങ്ങനെ ധാരാളം കൊച്ചു കൊച്ചു പേരുള്ള സ്ഥലങ്ങളുമുണ്ട്. പലതായി പരന്ന് നീണ്ട് നമ്മുടെ ചെല്ലാങ്കോട്. വാത്സല്യത്തോടെ, ചെല്ലത്തോടെ, ജരാനരകളില്ലാതെ. ഷിജി ചെല്ലാങ്കോട് എന്ന എഴുത്തുകാരിയുടെ ജീവിതത്തിൽ വെളിച്ചം തൂക്കിയ വാക്കുകൾ രൂപപ്പെടുത്തിയ, മൂർച്ചയ്ക്കുള്ള ഉലയായി മാറിയ ചെല്ലാങ്കോട് എന്ന ഇടം എന്നും സ്മരിക്കപ്പെടും. ചെല്ലാങ്കോട് താമസമില്ലാത്തൊരാൾ അതിനെ അണിയുന്നുവെങ്കിൽ അത്രമേൽ ആ നാടിനെ ഉൾക്കൊള്ളുന്നതിനാലാണ്. ഇതും ഒരു ചരിത്രമാവുക തന്നെ ചെയ്യും.